നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കർക്കിടക വാവു ദിനത്തിൽ പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. തൃശൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4 മുതൽ വിവിധയിടങ്ങളിൽ പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്താനെത്തിയത്. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, പാമ്പാടി ഐവർമഠം, ഭാരതപ്പുഴയോരം, ആറാട്ടുപുഴ മന്ദാരംകടവ്, കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശ്രീ ശാസ്താ ക്ഷേത്രം, പാറമേക്കാവ് ശാന്തിഘട്ട് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയത്. മഴ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസും അഗ്നിരക്ഷാസേനയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ആറാട്ടുപുഴ മന്ദാരക്കടവിൽ നടന്ന ബലിതർപ്പണത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് രാവിലെ ഗണപതി ഹോമം, രാമായണ പാരായണം, തിലഹോമം എന്നിവ നടത്തി. കർക്കിടക വാവിനോടനുബന്ധിച്ച് മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ നിരവധി പേർ ബലിതർപ്പണം നടത്തി. ജയൻ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പുലർച്ചെ മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു. പ്രസിഡന്റ് ഹരികൃഷ്ണൻ ബിഷാരടി, സെക്രട്ടറി സുനിൽ മാപ്രാണത്ത്, കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ വരാക്കര കപ്പേളയ്ക്ക് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം. വരാക്കര കപ്പേളയ്ക്ക് സമീപം മാപ്രാണത്തുകാരൻ വീട്ടിൽ 65 വയസ്സുള്ള MR ജോൺസൺ ആണ് പരിക്കേറ്റത്. ജോൺസന്റെ വീടിന് മുന്നിൽ തന്നെയാണ് അപകടം നടന്നത്. ആമ്പല്ലൂർ ഭാഗത്തുനിന്നും വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോരുന്ന കാറുമായാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജോൺസനെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് സിഗ്നലിൽ KSRTC ബസിന് പുറകിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. ചൊവ്വാഴ്ച രാത്രി 11ഓടെയാണ് സംഭവം. KSRTC ബസിന് മുൻപിൽ പോയിരുന്ന കാർ സിഗ്നലിന് മുൻപിൽ അപ്രതീക്ഷിതമായി ബ്രേക്ക് ഇട്ടതോടെ പുറകിൽ വന്നിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അപകടത്തിൽ 2 ബസ്സുകളുടെയും ചില്ലുകൾ തകർന്നു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കും 2 വനം വാച്ചർമാർക്കും പരിക്കേറ്റു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി പട്രോളിംഗിനിടെ ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് ആന ഇവരെ ആക്രമിക്കാൻ ഓടിച്ചത്. പുഴ കടന്നു വന്ന ആനയെ തിരികെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന തിരികെ പോകാതെ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടം അവസാനിക്കുന്ന തുമ്പൂർമുഴി ഭാഗത്ത് സൗരോർജ്ജ വൈദ്യുതി വേലി തകർത്ത് റോഡിലൂടെ ഇവരെ ഓടിച്ചു. ഇവർ റോഡിന്റെ താഴേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ തൊട്ടടുത്ത് വരെ ആനയെത്തി. വനപാലകരുടെ ജീപ്പും ആന ആക്രമിക്കാൻ ശ്രമിച്ചു. പരിക്കേറ്റ വനപാലകരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് ചിന്തകനുമായ MP പരമേശ്വരന്റെ വേർപാടിൽ അനുശോചനം അർപ്പിച്ച CPM നേതാക്കൾ. കൃത്യമായ സാമൂഹിക അവബോധത്തോടുകൂടി ശാസ്ത്ര സമൂഹത്തെ രൂപപ്പെടുത്താനും അതുവഴി രാഷ്ട്രീയ സമൂഹത്തെ രൂപപ്പെടുത്താനും ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനാണ് പരമേശ്വരനെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും MV ഗോവിന്ദൻ തൃശ്ശൂരിൽ പറഞ്ഞു. വളരെ പ്രസന്നമായിരുന്നു അന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിലൊക്കെ. അസുഖം ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളോടെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നതെല്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ഇപ്പോഴും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല. ആശയപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷവും അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സജീവമായിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തത്. വ്യതിരിക്തമായൊരു നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അവസാന നിമിഷം വരെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെയും ജനകീയ വികസന പ്രസ്ഥാനത്തിന്റെയും സ്ഥാപക നേതാവാണ് അന്തരിച്ച MP പരമേശ്വരൻ എന്ന് CPM മുതിർന്ന നേതാവ് തോമസ് ഐസക് അനുസ്മരിച്ചു. ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം
ജനകീയ വികസന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എന്നുള്ളത് കൂടിയുണ്ട്. വികസനത്തിനെ കേവലം സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമായിട്ടല്ല അദ്ദേഹം കണ്ടത്. ജനങ്ങൾക്ക് പങ്കാളികളാവേണ്ട ഒരു സാമൂഹ്യ പ്രക്രിയയായിട്ട്. കാരണം വികസനത്തില് കൂടുതൽ സമ്പത്തുണ്ടായ പോരാ, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്, അവർക്കും കൂടി ലഭിക്കുന്നതിന് പങ്ക്. അതിന്റെ നടത്തിപ്പിലും തീരുമാനമെടുക്കലും ജനങ്ങൾക്ക് പങ്കാളികളാവുകയാണ്. അങ്ങനെ ജനങ്ങൾ പങ്കെടുക്കുന്നത് അവരുടെ പൗരബോധത്തെ നല്ല മനുഷ്യരാക്കുന്നതിനും സഹായിക്കും ആ കൂട്ടായ്മ എന്നാണ് അദ്ദേഹം കരുതിയത്. കേരളത്തിന്റെ ഒട്ടനവധി പരീക്ഷണങ്ങൾ കേരളത്തിന്റെ നാനാഭാഗത്ത് നടത്തുകയും അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന തലമായിട്ടുള്ള ഒരു ജനകീയ ആസൂത്രണത്തിലൂടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ലഭ്യമല്ലാത്ത പ്രാദേശിക അധികാര ഇടം സ്ഥാപിച്ചെടുക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,195 രൂപയും പവന് 1,13,560 രൂപയും രേഖപ്പെടുത്തി. വെണ്ടൂർ അറക്കപ്പാടൻ പോൾ ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. ഗ്രേസി, ഗ്ലാറ്റോ എന്നിവർ മക്കളും ബാസ്റ്റിൻ, ജെസ്മി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.